80 കോടി മുതൽ മുടക്കിൽ റിനോവേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്ലേസ് കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചെന്നൈയിലാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എങ്ങനെ വീഡിയോയിലോട്ട് പോയല്ലോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെന്നൈയിലെ നുങ്കമ്പാക്കത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന തിരുവള്ളുവർ കോട്ടം കാണാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ക്ലാസിക്കൽ തമിഴ് പോയറ്റും ഫിലോസഫറുമായിട്ടുള്ള തിരുവള്ളുവരുടെ സ്മാരകമായിട്ടാണ് ഇത് പണിതിട്ടുള്ളത്. 1976 ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ കരുണാനിധിയാണ്. ഇത് ഡിസൈൻ ചെയ്തത് ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആർക്കിടെക്റ്റ് ആയിട്ടുള്ള വി ഗണപതി സ്ഥാപതിയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഒരു വലിയൊരു 128 അടിയോളം പൊക്കമുള്ള ഒരു കൽത്തേരുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ. പിന്നെ വേറെ പറയുകയാണെങ്കിൽ 1330 ഈരടികളാണ് തിരുക്കുറലുള്ളത്. അപ്പൊ അതിവിടെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ആണ്. ഈ അടുത്തായിട്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ ഇത് റിനോവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈവനിൽ നല്ലൊരു ലേസർ ഷോയും ഫൗണ്ടൈൻ ഷോയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ലേസർ ഷോയ്ക്ക് എൻജോയ് ചെയ്തിട്ട് ഇതേ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഈവനിങ് വന്നുകൊണ്ട് ഈ ലേസർ ഷോ മാത്രമേ കാര്യമായിട്ട് കാണാൻ പറ്റി. മറ്റേതൊക്കെ ഏതാണ്ട് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം എങ്ങനെയാ നമുക്ക് പോയാലോ? അപ്പം തുമ്പിക്കുട്ടൻ്റെ ടാറ്റ പറയുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ, സി യു.